എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിന്റെ കണ്ടിന്യൂവേഷനിലോട്ട് പോവുകയാണ്. ഇപ്പൊ ലോസ് ഓഫ് മോഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4 മാർക്കിന്റെ ഡെറിവേഷൻ 2 രീതിയിൽ ചോദിക്കാം. ബാങ്കിങ് ഓഫ് റോഡ് ആൻഡ് റെയിൽ ആണ് ടോപ്പിക്ക്. അതിൽ 2 രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് വരുന്നത്. ഒന്ന് നോക്കുക, വാട്ട് ഈസ് ദ സേഫ് സ്പീഡ് ഫോർ എ വെഹിക്കിൾ ടു മൂവ് ഓൺ എ ബാങ്ക്ഡ് റോഡ് വിത്തൗട്ട് വിയർ ആൻഡ് ടിയർ. വിയർ ആൻഡ് ടിയർ മീൻസ് തേയ്മാനം ഇല്ലാതെ. ഇവിടെ എന്താ വിത്തൗട്ട് സ്കിഡിങ്. ഇപ്പൊ 2 രീതിയിലുള്ള ക്വസ്റ്റ്യൻ വരാം. അതുകൊണ്ട് നിങ്ങൾ വളരെ അലർട്ടായിട്ടിരിക്കണം. വെറുതെ നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിന് മാത്രമായിട്ട് ഉത്തരം എഴുതുക, അല്ലാതെ ജനറൽ ആയിട്ട് ഒരു ആൻസർ പഠിച്ചു വെച്ച് പോയി എഴുതരുത്. അപ്പൊ ഈ പടം വരക്കാനുള്ള ടെക്നിക്കൊക്കെ ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഒരു കാറ് വരക്കാനായിട്ട് 3 റാ വരച്ചാൽ മതി. ഇത് റാ, ഇത് രണ്ടാമത്തെ റാ, ഇത് സ്റ്റിയറിംഗ് പറയും അല്ലേ. 3 റാ, ഇവിടെ ഒരു പമ്പ് കാണിക്കുക, ടയർ. ഓക്കെ, ഇവിടെ അതുപോലെ തന്നെ മീൻസ് ഏതാണോ ക്വസ്റ്റ്യൻ അനുസരിച്ച് വിത്തൗട്ട്, ആദ്യം ഇത് തന്നെ കാണിക്കും വിത്തൗട്ട് വിയർ ആൻഡ് ടിയർ മീൻസ് ഇവിടെ ഫ്രിക്ഷൻ നമ്മൾ എടുക്കുന്നില്ല. അപ്പൊ എങ്ങനെ വരക്കാൻ പറ്റുമെന്ന് നോക്കുക. ഇവിടെ നോർമല് കാണിക്കുക 90 ഡിഗ്രിയിൽ, വെയിറ്റ് mg കാണിക്കുക, ഇത് ആംഗിൾ തീറ്റ. ഈ കമ്പോണന്റ് ഇത് n കോസ് തീറ്റ എന്ന് കാണിക്കുക, ഈ കമ്പോണന്റ് n സൈൻ തീറ്റ. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡെറിവേഷൻ ആണ്. ഇത്ര മാത്രം മതി. അപ്പൊ ഇനി എന്താ കാണിക്കുന്നത്, എന്താ അടുത്ത സ്റ്റെപ്പ് നോക്കുക. ഇവിടെ അടുത്ത സ്റ്റെപ്പ് n cos θ is equal to mg എഴുതാം. അതായത് mg is equal to n cos θ. ഇനി mv square by r is equal to, അതാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ്, is equal to n sin θ. ഇത് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുക, ഇത് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുക. കണ്ടോ, ഇപ്പൊ 2 സ്റ്റെപ്പായി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താന്ന് നോക്കുക. നമുക്ക് 2 ഡിവൈഡഡ് ബൈ 1 എടുക്കുക. 2 ഡിവൈഡഡ് ബൈ 1, ഇവിടെ m ഉണ്ട്, ഇവിടെ m ഉണ്ട്, അത് ക്യാൻസൽ ആയി പോകും. v സ്ക്വയർ ബൈ rg is equal to sin θ ഡിവൈഡഡ് ബൈ cos θ, tan θ എഴുതുക. ഓക്കെ, അപ്പോൾ v സ്ക്വയർ is equal to rg tan θ, അല്ലെങ്കിൽ v is equal to root rg tan θ. അപ്പൊ നോക്കുക, എഴുതി നോക്കിക്കേ, നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇത്ര മാത്രം ഇവിടെ എഴുതി വെച്ചാൽ മതി. കണ്ടോ, എത്ര സ്റ്റെപ്പ് ഞാൻ എടുത്ത് നോക്കുക. ഈ ഒരു ഡയഗ്രത്തിന് 1 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഇത്ര എഴുതിന് 2 മാർക്ക്. അപ്പൊ 3 മാർക്കിന്റെ ഡെറിവേഷൻ ആയി. നോക്കുക, n cos θ mg ക്ക് ഈക്വൽ ആണ്. അതുപോലെ തന്നെ mv സ്ക്വയർ ബൈ r, അതാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ്, ഈസ് ഈക്വൽ ടു n sin θ. ഇപ്പൊ ഡിവൈഡ് ചെയ്യുമ്പോൾ m ക്യാൻസൽ ആയി പോകും. 2 ഡിവൈഡഡ് ബൈ 1 ആണ്, 1 ഡിവൈഡഡ് ബൈ 2 അല്ല. അപ്പോ നമുക്ക് v ഈസ് ഈക്വൽ ടു റൂട്ട് rg tan θ. ഈ ഫോർമുല വിത്തൗട്ട് വിയർ ആൻഡ് ടിയർ, അതായത് ക്വസ്റ്റ്യൻ നല്ലോണം നിങ്ങൾ വായിച്ചു നോക്കണം. വിത്തൗട്ട് വിയർ ആൻഡ് ടിയർ ആണോ വിത്തൗട്ട് സ്കിഡിങ് ആണോ നോക്കുക. ഇനി വിത്തൗട്ട് സ്കിഡിങ് ആണെങ്കിൽ അവിടെ എന്ത് നടക്കുന്നുണ്ട്, തേയ്മാനമുണ്ട്, പക്ഷെ വണ്ടി തെന്നി പോകുന്നില്ല. അപ്പൊ അവിടെ ഉള്ള ഇതുപോലെ തന്നെ 3 റാ കാണിക്കുക. അത്ര കൂടുതൽ സമയം എടുത്തൊന്നും നിങ്ങൾ കാണിക്കണ്ട. ഒരുപാട് സമയം എടുത്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് അവസാനം പരീക്ഷ എഴുതി തീർക്കാൻ പറ്റത്തില്ല. കാണാൻ നല്ല ഭംഗിയായിട്ട് തന്നെ വരികയും ചെയ്യും. അല്ലാതെ ഒരുപാട് സമയത്ത് വരച്ചിട്ട് അത്ര ഒരു ഡയഗ്രത്തിന് മാത്രം ഭംഗി അവസാനം ആൻസർ എഴുതാൻ പറ്റാവുന്ന കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും മാർക്ക് പോകും. ഇവിടെ mg കാണിക്കുക, ഇവിടെ n, ഇത് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും അല്ലെ. ഇത്രയും കാര്യങ്ങൾ കോമൺ ആണ്. n cos θ, ഇവിടെ n sin θ. ഇത്രയും കാര്യങ്ങൾ ഈ ഡയഗ്രാം തന്നെയാണ്. ഇനി നമുക്ക് ഫ്രിക്ഷൻ കൂടെ എടുക്കണം. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ എങ്ങനെ വരക്കാൻ നോക്കുക. Fs ഇവിടെ കാണിക്കുക, ഈ ആംഗിൾ തീറ്റയാണ്. ഇത് നമുക്ക് Fs cos θ എഴുതാം, ഇങ്ങോട്ട് Fs sin θ എഴുതാം.
ഇത്രയും ക്ലിയർ ആയല്ലോ. നോക്കുക, ഡയഗ്രം തമ്മിലുള്ള വ്യത്യാസം നോക്കുക. ഇവിടെ ഫ്രിക്ഷൻ നമ്മൾ കാണിച്ചിട്ടില്ല, ഇവിടെ ഫ്രിക്ഷൻ കാണിച്ചു. അപ്പൊ ഡയഗ്രം നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് വരക്കണം. ഇത് ഉറപ്പായിട്ട് വരുന്ന ഏതെങ്കിലും ഒരെണ്ണം ഉറപ്പായിട്ട് വരും. അപ്പൊ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. വിത്തൗട്ട് വിയർ ആൻഡ് ടിയർ, തേയ്മാനം ഇല്ലാതെ. ഇതെന്താ വിത്തൗട്ട് സ്കിഡിങ്, ഒപ്റ്റിമം സ്പീഡ് വിത്തൗട്ട് സ്കിഡിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഡയഗ്രാം വരക്കേണ്ടത്. ഇനി എന്താ നോക്കണ്ട, എൻ കോസ് തീറ്റ എഫ് സൈൻ തീറ്റ പ്ലസ് എൻ ജിക്ക് ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, എൻ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു എഫ് സൈൻ തീറ്റ പ്ലസ് എൻ ജി. ഇത് നമുക്ക് ഇപ്പുറത്തേക്ക് എടുക്കാം. അപ്പൊ എങ്ങനെ എൻ കോസ് തീറ്റ മൈനസ് എഫ് സൈൻ തീറ്റ ഈക്വൽ ടു എൻ ജി എന്ന് എഴുതാം. ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, അപ്പൊ ആദ്യത്തെ ഇക്വേഷൻ ആയി. ഇനി അടുത്ത ഇക്വേഷൻ എഴുതി നോക്കാം. ഇവിടെ നമുക്ക് എൻ സൈൻ തീറ്റ പ്ലസ് എഫ് എസ് കോസ് തീറ്റ ആണ്. അപ്പോ എൻ സൈൻ തീറ്റ പ്ലസ് എഫ് എസ് കോസ് തീറ്റ ഈക്വൽ ടു എം വി സ്ക്വയർ ബൈ ആർ. ഇത് ഇക്വേഷൻ നമ്പർ 2. ഇനി എന്താ ചെയ്യേണ്ട, 2 ഡിവൈഡഡ് ബൈ 1 എടുക്കുക. ഇപ്പൊ എങ്ങനെ നോക്കുക, വി സ്ക്വയർ ബൈ ആർ ജി ഇസ് ഈക്വൽ ടു n sin theta plus fs cos theta divided by n cos theta minus fs sin theta. ഇത്ര എഴുതി വെക്കുന്നത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ തെറ്റ് വരുത്തും. കൃത്യമായിട്ട് എഴുതി പഠിച്ചു വേണം ക്ലാസ്സിൽ ചെല്ലാനായിട്ട്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ പ്രയാസം ഉണ്ടാവും. ഞാൻ ഈ ഡയഗ്രാം ഒന്ന് മാറ്റിയാണ്. നോക്കാം, മുകളിലും താഴെയും n cos theta വെച്ച് നമുക്ക് ഡിവൈഡ് ചെയ്യാം. എന്നുവെച്ചാൽ വേറെ വ്യത്യാസം ഇല്ല. വി സ്ക്വയർ ബൈ ആർ ജി ഇസ് ഈക്വൽ ടു എഴുതുന്ന ശ്രദ്ധിക്കുക, n sin theta divided by n cos theta plus fs cos theta divided by n cos theta divided by n cos theta divided by n cos theta. എന്ന് വെച്ചാൽ വില വ്യത്യാസം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. fs sin theta divided by n cos theta. ഇപ്പൊ മുകളിലും താഴെയും നമ്മൾ n cos theta വെച്ച് ഡിവൈഡ് ചെയ്തു. എന്ന് വെച്ചാൽ വിലയ്ക്ക് യാതൊരുവിധ മാറ്റവും ഇല്ല. മുകളിലും താഴെ ഒരേ നമ്പർ വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു ഡിവൈഡ് ചെയ്തെന്ന് വെച്ചാൽ മാറ്റം ഉണ്ടാകത്തില്ല. നോക്കാം, ഇനി നമ്മൾ വി സ്ക്വയർ ബൈ ആർ ജി ഈക്വൽ ടു നോക്കാം, എൻ സൈൻ തീറ്റ, എൻ ക്യാൻസൽ ആയി പോയി, സൈൻ തീറ്റ ബൈ കോസ് തീറ്റ നമുക്ക് ടാൻ തീറ്റ എഴുതാം, പ്ലസ് എഫ് എസ് ബൈ എന്നിന് പകരം നമുക്ക് മ്യൂ എസ് എഴുതാം. കോസ് തീറ്റ ബൈ കോസ് തീറ്റ 1 ആണ്, ഡിവൈഡഡ് ബൈ n cos theta by n cos theta 1. ഇവിടെ fs by n ന് പകരം mu s sin theta by cos theta tan theta. അപ്പോൾ ഇതിന്റെ v square is equal to rg into tan theta plus mu s divided by 1 minus mu s tan theta. So v is equal to root of rg into tan theta plus mu s divided by 1 minus mu s tan theta. നോക്കുക, ഇനി ഫ്രിക്ഷൻ ഇല്ല എന്ന് പറയണമെങ്കിൽ നോക്കുക, mu s 0 കൊടുത്തേ. 0 കൊടുക്കുമ്പോൾ ഇത് 0 ആയി കഴിഞ്ഞാൽ ആർ ജി ടാൻ തീറ്റ ഇവിടെ വരും. ഇത് 0 ആയി കഴിഞ്ഞാൽ ഇത് 1 ആയിട്ട് വരും. അത് ഈ ഫോർമുല തന്നെ വരും. അപ്പൊ ശ്രദ്ധിക്കുക, വിത്തൗട്ട് വിയർ ആൻഡ് ടിയർ ആണെങ്കിൽ ഈ ഡെറിവേഷനും, വിത്തൗട്ട് സ്കിഡിങ് എന്ന് പറഞ്ഞ വാക്കുണ്ടെങ്കിൽ ഈ ഡെറിവേഷനുമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇത് ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് ചോദിക്കും, അത് ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ലോണം എഴുതി പ്രാക്ടീസ് ചെയ്യുക.
ഈ സ്ലോപ്പ് ഇൻക്ലൈൻഡ് പ്ലെയിൻ വരക്കാൻ പഠിക്കുക. ഒരു കാറ് നമ്മൾ കാണിക്കാൻ ഈസിയാണ്, അത് വരക്കുക. ഈ കമ്പോണൻസ് ഒക്കെ റിസോൾവ് ചെയ്ത് ഇങ്ങനെ ഡെറിവേഷൻ ഇങ്ങനെ കാണിച്ച് ഏറ്റവും അവസാനം ആൻസറിൽ എത്തുമ്പോൾ ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അതിന്റെ ഡെറിവേഷൻ ഒക്കെ ഞാൻ അയച്ചു തന്നിട്ടുണ്ട്, നല്ലോണം ഒന്ന് എഴുതി പഠിക്കുക. ഓക്കെ, ഇതായി നമ്മൾ വർക്ക് പവർ എനർജിയില് ടോട്ടൽ മെക്കാനിക്കൽ എനർജി റിമെയിൻ കോൺസ്റ്റന്റ്, അത് നമുക്ക് ഡിസ്കഷൻ നടത്തി കഴിഞ്ഞാണ്. ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ റൊട്ടേഷണൽ മോഷനോട്ടാണ് പോകുന്നത്. റൊട്ടേഷൻ മോഷന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോർമുലാസ് ഒക്കെ ഒന്ന് നോക്കിയേക്കാം. അവിടെ വരുന്ന ടോർക്ക് ഈസ് ഈക്വൽ ടു, ടോർക്കിന്റെ ഫോർമുല എന്നുള്ളത് ആർ ക്രോസ് എഫ് എന്നാണ്. ടോ ഈസ് ഈക്വൽ ടു ആർ എഫ് സൈൻ തീറ്റ എന്ന് വരും. ടോർക്ക് മാക്സിമം ആവുന്ന എപ്പോഴാണ് ചോദിക്കാം, അതായത് സൈൻ തീറ്റ, തീറ്റയുടെ വാല്യൂ 90 ഡിഗ്രി വരുമ്പോഴാണ് ടോർക്ക് മാക്സിമം ആവുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. നമ്മള് ഹാൻഡില്, ഡോറിന്റെ ഹാൻഡില് ഒരു എൻഡിലാണ് ഫിറ്റ് ചെയ്യുന്നത്. ടോർക്ക് മാക്സിമം ആക്കാൻ വേണ്ടിയിട്ടാണ്. അത് ടോർക്ക് മാക്സിമം ആയി കഴിഞ്ഞാല് ആറ് കൂടുന്നതനുസരിച്ച് ഫോഴ്സ് കുറച്ച് മതി. അതാണ് അതിന്റെ പ്രിൻസിപ്പിൾ. ഹിഞ്ചസ് വിജാഗിരിയോട് അടുത്താണ് ഹാൻഡിലെങ്കിൽ നമുക്ക് ഒരുപാട് ബലം പ്രയോഗിക്കേണ്ടി വരും. ഇതാണ് ടോർക്കിന്റെ ഫോർമുല. അതുപോലെ തന്നെ നമ്മൾ ഇതുകൂടെ ഓർത്തിരുന്നേക്കാം, എഫ് ഈസ് ഈക്വൽ ടു നമ്മൾ എഴുതുന്ന ഫോർമുല എന്താ, എം ഇൻറ്റു എ എന്നല്ലേ. അപ്പൊ ടോർക്ക് ഈസ് ഈക്വൽ ടു എമ്മിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന മൂവ്മെന്റ് ഓഫ് ഇനേർഷ്യ എന്ന ടേമാണ്, എക്ക് പകരം നമ്മൾ ആൽഫ. ഇത് ആംഗുലർ ആക്സിലറേഷൻ എന്ന് പറയും, ഇത് ലീനിയർ ആക്സിലറേഷൻ. അപ്പോ അതുകൂടെ ഓർത്തിരുന്നേക്കാം. പിന്നെ നിങ്ങള് F is equal to dP by dt. അതുപോലെ തന്നെ ഇവിടെ ഓർത്തിരിക്കുന്ന ടോർക്ക് ഈസ് ഈക്വൽ ടു dL by dt. ഇത് ആംഗുലർ മൂവ്മെന്റ് എന്ന് പറയും, ഇത് ലീനിയർ മൂവ്മെന്റ് എന്ന് പറയും. ഇത് ലീനിയർ ഇനേർഷ്യ. ഇനേർഷ്യ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ മാസ് ആണ്, വേറെ ഒന്നിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പക്ഷേ മൂവ്മെന്റ് ഓഫ് ഇനേർഷ്യയുടെ സിമ്പൽ ഐ ആണ്. ഐ ഇസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ എന്ന് പറയും. അത് പല 4 കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യും. ഒന്ന് മാസിനെ ഡിപ്പെൻഡ് ചെയ്യും, പിന്നെ ഓറിയന്റേഷൻ ഓഫ് ദി ആക്സിസിനെ ഡിപ്പെൻഡ് ചെയ്യും, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ മാസിനെ ഡിപ്പെൻഡ് ചെയ്യും, പിന്നെ സൈസ് ആൻഡ് ഷേപ്പ് ഓഫ് ദ ബോഡിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ 4 കാര്യങ്ങളാണ് മൂവ്മെന്റ് ഓഫ് ഇനേർഷ്യ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇനി ലീനിയർ മൂവ്മെന്റ് നമ്മൾ എന്താ എഴുതിയ, എം ഇൻറ്റു വി. അപ്പൊ ആംഗുലർ മൂവ്മെന്റ് ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ഒമേഗ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രിലിമിനറി ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ടോർക്ക്, ആംഗുലർ മൂവ്മെന്റം. ആംഗുലർ മൂവ്മെന്റത്തിന്റെ ഫോർമുലയാണ്, ആംഗുലർ മൂവ്മെന്റം ഇങ്ങനെയും കൂടെ എഴുതാം, ആർ ഈസ് ഈക്വൽ ടു ആർ ക്രോസ് പി. മൂവ്മെന്റ് ഓഫ് ലീനിയർ മൂവ്മെന്റം, ആംഗുലർ മൂവ്മെന്റ്. ഇനി കൺസർവേഷൻ ഓഫ് ലീനിയർ മൂവ്മെന്റ് നമ്മൾ എങ്ങനെ പഠിച്ച, എഫ് 0 ആണെങ്കിൽ പി റിമൈൻ കോൺസ്റ്റന്റ് എന്നല്ലേ. അപ്പൊ ഇവിടെ നമുക്ക് കൺസർവേഷൻ ആംഗുലർ മൂവ്മെന്റ് എങ്ങനെ പറയാം, ടോർക്ക് 0 ആണെങ്കിൽ ആംഗുലർ മൂവ്മെന്റും കോൺസ്റ്റന്റ് എന്ന് പറയാം. എന്താ ശ്രദ്ധിക്കുന്നത്, ടോർക്ക് എക്സ്റ്റേണൽ ടോർക്ക് 0 ആണെങ്കിൽ ആംഗുലർ മൂവ്മെന്റും കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് ഐ ഒമേഗ ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. I omega is equal to a constant. ഇതാണ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം. അതിന്റെ അർത്ഥം ഐ കുറയുകയാണെങ്കിൽ ഒമേഗ കൂടും, ഐ കൂടിയാണെങ്കിൽ ഒമേഗ കുറയും. അവിടെയാണ് നിങ്ങൾ കൈയുടെ കാര്യമൊക്കെ ഡാൻസ് ചെയ്യുമ്പോൾ കൈ സ്ട്രെച്ച് ചെയ്ത് പിടിക്കാമെങ്കിൽ, കൈ ഇങ്ങനെ വിടർത്തി പിടിക്കാന്നുണ്ടെങ്കിൽ ആംഗുലർ വെലോസിറ്റി കുറയും. കൈ ബോഡിയോട് ഇങ്ങനെ ചേർത്ത് പിടിക്കാന്നുണ്ടെങ്കിൽ ആംഗുലർ വെലോസിറ്റി കൂടും. ഇപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കാം, എർത്ത് ഇപ്പോ ഉള്ള സൈസ് ഉണ്ടല്ലോ അതിന്റെ പകുതിയായിട്ട് മാറിക്കഴിഞ്ഞാൽ എന്തായിരിക്കും പറ്റുന്നത്? അപ്പോ അത് നിങ്ങൾക്ക് പഴയ നിങ്ങൾ മാത്തമാറ്റിക്കലായിട്ട് ആൻസർ ചെയ്തില്ലെങ്കിലും നിങ്ങൾ ഇത്രയും ചിന്തിച്ചാൽ മതി.
ഐ കുറഞ്ഞില്ലേ? ഐ കുറയുകയാണെങ്കിൽ ഒമേഗ എന്ത് ചെയ്യും? ഒമേഗ കൂടും. ഒമേഗ പിന്നെ ഐ കുറയുന്നതനുസരിച്ച് ഒമേഗ കൂടും. അപ്പൊ എർത്തിന്റെ സൈസ് കുറയുന്നതനുസരിച്ച് റൊട്ടേഷൻ സ്പീഡ് കൂടും. റൊട്ടേഷൻ സ്പീഡ് കൂടുക മീൻസ് അതും കൂടെ ചിന്തിക്കുക. ഒമേഗ ഈസ് ഈക്വൽ ടു 2π/t അല്ലേ? ടി ഈസ് ഈക്വൽ ടു വാട്ട്? 2π/ഒമേഗ. അപ്പൊ ഒമേഗ കൂടിയാണെങ്കിൽ വാട്ട് അബൌട്ട് ടൈം? ടൈം കുറയും. ഇപ്പൊ 24 മണിക്കൂറിനേക്കാൾ കുറഞ്ഞായിരിക്കും റൊട്ടേറ്റ് ചെയ്യാൻ പോണത്. അത് മാത്തമാറ്റിക്കലായിട്ട് ഞാൻ പറയുന്നില്ല, കാരണം ഇപ്പൊ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ഇല്ലാത്തതുകൊണ്ടാണ്. പക്ഷെ നിങ്ങൾക്ക് ടൈം കൂടുകയോ കുറയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ടൈം കുറയും. 24 മണിക്കൂർ അതിനേക്കാൾ കുറഞ്ഞ ടൈം എടുത്തായിരിക്കും എർത്ത് റൊട്ടേറ്റ് ചെയ്യാൻ പോണത്. അപ്പൊ അത് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയ ടൊർണാഡോ. ടൊർണാഡോ മീൻസ് ചുഴലിക്കാറ്റ് നിങ്ങൾ കണ്ടു കാണും. അടിഭാഗം ചെറുതാണ്. അടിഭാഗം ചെറുതാകുന്നതനുസരിച്ച് ഐ കുറയും. ഐ കുറയുന്നതനുസരിച്ച് ഒമേഗ വളരെ കൂടുതലായിരിക്കും. നല്ല എന്താണ് തീവ്രമായിട്ടുള്ള റൊട്ടേഷൻ ആയിരിക്കും. ഇപ്പൊ വെലോസിറ്റി കൂടിക്കഴിഞ്ഞാൽ പ്രഷർ കുറയും. പ്രഷർ കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ബെർണോളിസ് പ്രിൻസിപ്പിൾ വരും. പ്രഷർ കുറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള വസ്തുക്കളെല്ലാം കൂടെ വലിച്ചെടുത്ത് മേലോട്ട് കൊണ്ടുപോകും. അപ്പൊ അവിടെയൊക്കെ ഉപയോഗിക്കുന്നത് ഈ കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റ് ആണ്. അപ്പൊ അവിടെ ഐസ് ഡാൻസിങ്, വിന്റർ ഒളിമ്പിക്സിൽ വളരെ എന്താണ് അട്രാക്റ്റീവ് ആയ ഐറ്റം ആണ് ഐസ് ഡാൻസിങ്. അവിടെയൊക്കെ ഉപയോഗിക്കുന്ന ഈ പ്രിൻസിപ്പിൾ ആണ്. മുന്നോട്ട് പോകാൻ നേരത്ത് കൈ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് പിടിക്കും. പിന്നെ റൊട്ടേറ്റ് ചെയ്യാൻ നേരത്ത് കൈ ബോഡിയോട് ചേർത്ത് പിടിക്കും. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഐ കുറയുമ്പോൾ ഒമേഗ കൂടും, ഐ കൂടിയാണെങ്കിൽ ഒമേഗ കുറയും. റൊട്ടേറ്റിംഗ് ചെയർ ഇരുന്നിട്ട് നിങ്ങൾ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുക. റൊട്ടേറ്റ് ചെയ്തിട്ട് കൈ സ്ട്രെച്ച് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ റൊട്ടേഷൻ സ്പീഡ് കുറയും. കൈ ബോഡിയോട് ചേർത്ത് കഴിഞ്ഞാൽ റൊട്ടേഷൻ സ്പീഡ് കൂടും. അത് നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ മതി. നമ്മുടെ ലാബിൽ ഇതൊക്കെ ഉണ്ട്, കുട്ടികളെ ഇരുത്തി പരീക്ഷ നടത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി പോയേക്ക്. ഇതാണ് പ്രിലിമിനറി ആയുള്ള കാര്യങ്ങൾ. പിന്നെ 2 പ്രിൻസിപ്പിൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പാരലൽ ആക്സിസ് തിയറം. പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. പാരലൽ ആക്സിസ് തിയറം നിങ്ങൾക്ക് സെന്റൻസ് ഒന്നും കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. ഈ ആക്സിസ് പോകുന്നത് സെന്റർ ഓഫ് മാസിലൂടെയാണ്. അതിന് പാരലായിട്ട് മറ്റൊരു ആക്സിസ് ഐ ഡാഷ്, ഇത് തമ്മിലുള്ള അകലം r ആണെന്നിരിക്കട്ടെ. ഇതിന്റെ മാസ് m ആണെങ്കിൽ ഐ ഡാഷ് ഈസ് ഈക്വൽ ടു ഐ പ്ലസ് mr² എന്നില്ല. ഇതാണ് പാരലൽ ആക്സിസ് തിയറം. ഈ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം ശ്രദ്ധിക്കുക. ഇത് ആക്സിസ് എക്സ് ആക്സിസ് നമുക്ക് ഐ എക്സ് എന്ന് കൊടുക്കാം. ഇത് ഈ പ്ലെയിനിൽ തന്നെ മറ്റൊരു ആക്സിസ് വൈ ആക്സിസ്. അപ്പോ ഒരു ആക്സിസ് ഇനി പെർപെൻഡിക്കുലർ ആയിട്ട് കടന്നു പോകുന്നു. അത് ഐ ഇസഡ് ആണെങ്കിൽ, ഇസഡ് ആക്സിസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതിയാൽ മതി. ഐ ഇസഡ് ഈസ് ഈക്വൽ ടു ഐ എക്സ് പ്ലസ് ഐ വൈ. ഉണ്ടോ? വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എഴുതി പോവാം. ഒരുപാട് ചിന്തിച്ച് കൂട്ടിയിട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. സെന്റൻസ് എഴുതി പഠിച്ച കുട്ടികൾ സെന്റൻസ് ആയിട്ട് എഴുതുക. ഇല്ല, പെട്ടെന്ന് മാർക്ക് കിട്ടാനുള്ള മാർക്കാണ് ഞാൻ പറഞ്ഞത്. പാരലൽ ആക്സിസ് തിയറം പറയുമ്പോൾ ഒരു ആക്സിസ് കാണിക്കുക, എങ്ങനെയോടെ കടന്നു പോകുന്നത്, സെന്റർ ഓഫ് മാസിലൂടെ കടന്നു പോകുന്നത്, അത് ഐ എന്ന് കൊടുത്തേക്കുക. അതിന് പാരലായിട്ട് മറ്റൊരു ആക്സിസ് കൊടുക്കുക, അത് ഐ ഡാഷ്. ഐ ഡാഷ് ഈസ് ഈക്വൽ ടു ഐ പ്ലസ് mr². ഇനി പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം എന്താ പറയുന്ന ഐ എക്സ്. ഐ എക്സോ ഐ വൈ നിങ്ങൾക്ക് അറിയാമല്ലോ, മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇസഡ് ആക്സിസ്. അപ്പൊ ഐ ഇസഡ് ഈസ് ഈക്വൽ ടു ഐ എക്സ് പ്ലസ് ഐ വൈ എന്ന് എഴുതിയാൽ മതി. ക്ലിയർ ആയല്ലോ? വളരെ സിമ്പിൾ ആയിട്ട് എഴുതി പോവാം. ഇനി ഇത് വെച്ചിട്ട് റിങ് എടുത്തു കഴിഞ്ഞാല് ഐ ഈസ് ഈക്വൽ ടു mr² ആണ്. എന്നുവെച്ചാല് റിങ്ങിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അത് ഇനി ഡയമീറ്റർ ആണ് ചോദിച്ചെങ്കിൽ ഡയമീറ്റർ ആണ് കാണിച്ചെങ്കിൽ നമുക്ക് ഇങ്ങനെ കാണിക്കാം. ഇതൊരു ഡയമീറ്റർ ഐ ഡി, ഇത് മറ്റൊരു ഡയമീറ്റർ ഐ ഡി, ഇതിന്റെ പെർപെൻഡിക്കുലർ ആയിട്ട് ഇതാണ് നമുക്ക് ഐ കാണിച്ചിരിക്കുന്നത്. ഐ
ഇവിടെ ഏത് പ്രിൻസിപ്പിളാ? പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം അപ്ലൈ ചെയ്യാം. പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ ID പ്ലസ് ID ഈസ് ഈക്വൽ ടു I ആണ്. I ഇപ്പൊ എഴുതിയിട്ടുണ്ടല്ലോ m/r². 2ID is equal to m/r². അപ്പൊ ID is equal to what? m/r²/2. ഇപ്പൊ റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രതീക്ഷിക്കണം. ഇനി ഡിസ്ക് ആണെങ്കിൽ ഡിസ്കിനെ മൂവ്മെന്റ് ഓഫ് ഇനേർഷ്യ റിങ്ങിന്റെ പകുതി ഉള്ളൂ, m/r²/2. അപ്പൊ ഇവിടെ m/r²/2, ഇവിടെ എന്ത് വരും? m/r²/4. ക്ലിയർ ആയല്ലോ? സ്ഫിയർ ആണെങ്കിൽ, സോളിഡ് സ്ഫിയർ ആണെങ്കിൽ സോളിഡ് സ്ഫിയർ ആണെങ്കിൽ 2/5 m/r² ആണ്. ഹോളോ സ്ഫിയർ ആണെങ്കിൽ 2/3 m/r² ആണ്. നോക്കുക, ഏതിനാണ് മൂവ്മെന്റ് ഓഫ് ഇനേർഷ്യ കൂടുതൽ? സോളിഡ് സ്ഫിയറിനാണോ അതോ ഹോളോ സ്ഫിയറിനാണോ? ഉറപ്പായിട്ടും നിങ്ങൾക്ക് എഴുതാം ഏതാണ്? ഹോളോ സ്ഫിയർ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം, മൂവ്മെന്റ് ഓഫ് ഇനേർഷ്യ എന്താണ്, റിങ്ങിനാണോ കൂടുതൽ അതോ ഡിസ്കിനാണോ? റിങ്ങിനാണ് ഏറ്റവും ഹയസ്റ്റ് മൂവ്മെന്റ് ഓഫ് ഇനേർഷ്യ ഉള്ളത്, അതാണ് m/r² എന്ന് എഴുതിയത്. അതുകൊണ്ടാണ് സൈക്കിളിന്റെ ബൈക്കിന്റെ ഒക്കെ വീലിന്റെ ഷേപ്പ് റിം ഷേപ്പ് ആയിട്ട് വരുന്നത്. അപ്പൊ അങ്ങനെ കൊണ്ടുവരുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂവ്മെന്റ് ഓഫ് ഇനേർഷ്യ കൂടുക മീൻസ് എഫിഷ്യൻസി കൂട്ടാം, മൈലേജും കൂട്ടാം, അതിനു വേണ്ടിയിട്ടാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ റൊട്ടേഷൻ മോഷൻ നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഇനി നമുക്ക് വരുന്നത് ഗ്രാവിറ്റേഷൻ. ഗ്രാവിറ്റേഷന്റെ അകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ജിയുടെ വാല്യൂ ക്ലാസ് ടേബിളിലുണ്ട്, മനസ്സിലാക്കിയേക്ക. ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ. ഇവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നത് the value of G on the surface of the earth, ഈ വാല്യൂ തരും. The size of the moon half of the size of the earth ആണ്. What is the value of G on the surface of the moon? ഇനി എന്ത് ചോദിച്ചാലും നിങ്ങൾ ആൻസർ ഇത് തന്നെ എഴുതിയാൽ മതി. കാരണം ഇതിന്റെ പേരെന്താ? യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് എന്നാണ്. അതിന്റെ അർത്ഥം എന്താ? എവരിവെയർ ഇൻ ദ യൂണിവേഴ്സ് ജിയുടെ വാല്യൂ എന്തായിരിക്കും? ഒന്ന് കോൺസ്റ്റന്റ് ആയിരിക്കും, മാറ്റയില്ല. അപ്പൊ നിങ്ങളെ വെട്ടിയാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇനി എന്റെ ഫോഴ്സിന്റെ ഫോർമുല അത് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. G(m1)(m2)/r². ഇത് എപ്പോഴും അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. G is equal to F(r²)/m1(m2). ഇനി ജിയുടെ ഡയമെൻഷൻ ചോദിച്ചു കഴിഞ്ഞാൽ വളരെ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ബൈഹാർട്ട് ചെയ്ത് പഠിക്കാം, അല്ലെങ്കിൽ ഇത് ഒന്ന് എഴുതാനായിട്ട് പഠിക്കുക. ഫോഴ്സിന്റെ ഡയമെൻഷൻ എന്നുള്ളത് m/t-2 ആണ്. r ഡിസ്റ്റൻസ് ആണ്, ഡിവൈഡഡ് ബൈ m1(m2) മീൻസ് മാസിന്റെ സിമ്പൽ ആണ്. അപ്പൊ ഇവിടെ ഒരു m ഉണ്ട്, ഇവിടെ ഒരു m² ഉണ്ട്. അപ്പോ താഴെ ഒരു m വരും. അപ്പൊ താഴെയാണ് m വരുന്നതിന് ഡയമെൻഷൻ കാണിക്കുന്നത് -1 ആണ്. ഇവിടെ ഒരു L ഉണ്ട്, ഇവിടെ L² ഉണ്ട്. രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ L³ t-2 ഉണ്ടോ? വളരെ ഈസി ആയിട്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ബൈഹാർട്ട് ചെയ്ത് പഠിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ അതായി. ഇപ്പൊ ഇനി ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മീൻസ് എന്താണ്? ആ പേരിന്റെ അകത്ത് തന്നെയുണ്ട്. ഇറ്റ് ഈസ് ആക്സലറേഷൻ ഓഫ് എ ഫ്രീലി ഫാളിംഗ് ബോഡി ഡ്യൂ ടു ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് ദി എർത്ത്. കാരണം ഈ ഗ്രാവിറ്റേഷൻ രണ്ട് വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചതാണ്. ഈ ഗ്രാവിറ്റേഷൻ ഒരു ജനറൽ ആയിട്ടുള്ള വാക്കാണ്. ഈ യൂണിവേഴ്സിലുള്ള എല്ലാ വസ്തുക്കളും പരസ്പരം അട്രാക്ട് ചെയ്യുന്നു, അതാണ് ഗ്രാവിറ്റേഷൻ. ഐസക് ന്യൂട്ടൺ ആണ് അത് കണ്ടുപിടിച്ചതെന്നല്ല, ഐസക് ന്യൂട്ടൺ ആണ് അത് ഐഡന്റിഫൈ ചെയ്തത്. ഐസക് ന്യൂട്ടൺ മുമ്പ് എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാല് അവിടെ ഗ്രാവിറ്റി മാത്രമേ ഉള്ളൂ,
എർത്തിന് മാത്രമേ ഈ പ്രോപ്പർട്ടി ഉള്ളൂ എന്ന് എല്ലാവരും മനസ്സിലാക്കിയിരുന്നു. പക്ഷെ ഐസക് ന്യൂട്ടൺ പറഞ്ഞ എർത്ത് മാത്രമല്ല, പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും അട്രാക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞ വാക്കുണ്ടായത്. ഓക്കെ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ എക്സ്പ്രഷൻ ചോദിക്കാം. ഇവിടെയുള്ള ഒരു മാസ് ഉണ്ടെങ്കിൽ ആ മാസിനെ എർത്ത് അട്രാക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. എഫിന്റെ ഫോർമുല എന്താ? എം ജി എന്ന് എഴുതാം. അത് തന്നെയാണ് ജി എം എം ഡിവൈഡ് ബൈ ആർ സ്ക്വയർ. ഇവിടെ ഒരു എം ക്യാൻസൽ ആയി പോയി. ജി ഇസ് ഈക്വൽ ടു ഇ എം ബൈ ആർ സ്ക്വയർ. ഓക്കെ, ഇനി അറ്റ് ഹൈറ്റ് എച്ച് ഹൈറ്റിലാണ് ജി എച്ച് ഇസ് ഈക്വൽ ടു ജി എം. ഇതിന് മാറ്റിയില്ല. പക്ഷേ ഈ ആറിന്റെ സ്ഥാനത്ത് ആർ പ്ലസ് എച്ച്. ഓക്കെ, അപ്പോൾ ജി എച്ച് ഡിവൈഡ് ബൈ ജി ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? ആർ സ്ക്വയർ ബൈ ആർ പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. 1 പ്ലസ് എച്ച് ബൈ ആർ ദി ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം. ജി എച്ച് ഇസ് ഈക്വൽ ടു ജി ഡിവൈഡ് ബൈ 1 പ്ലസ് എച്ച് ബൈ ആർ ദി ഹോൾ സ്ക്വയർ. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അതായത് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഹൈറ്റ് at which the value of g become 1/2 that on the surface of the earth. എന്താ അർത്ഥം? ഈ എച്ച് കണ്ടുപിടിക്കുക. ഏത് എച്ച്? അവിടെ ആ ഹൈറ്റില് ജിയുടെ വാല്യൂ ഭൂമിയുടെ സർഫസിലുള്ളതിന്റെ ഹാഫേ ഉള്ളൂ. അതായത് ജി എച്ച് ഇസ് ഈക്വൽ ടു ജി ബൈ 2. ജി എച്ചിന്റെ ഫോർമുല എന്താ? ജി ഡിവൈഡ് ബൈ 1 പ്ലസ് എച്ച് ബൈ ആർ ദി ഹോൾ സ്ക്വയർ. ജി ജി ക്യാൻസൽ ആയി പോയി അല്ലേ. 1 പ്ലസ് എച്ച് ബൈ ആർ ഇസ് ആർ ദി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എത്ര വരും? 2. 1 പ്ലസ് എച്ച് ബൈ ആർ ഇസ് ഈക്വൽ ടു √2 എഴുതാമല്ലോ. √2 വാല്യൂ എത്രയാണ്? 1.414. അപ്പൊ എച്ച് ഇസ് ഈക്വൽ ടു ഇതിൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ 0.414 കിട്ടി. ഇതിനു മുമ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. ഇതിന്റെ വാല്യൂ ഒന്നും കാൽക്കുലേറ്റ് ചെയ്യണ്ട. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 മാർക്കായി. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇത്രയും ക്ലിയർ ആയല്ലോ? ഇനി നിങ്ങൾക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാം. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ജി അറ്റ് ഡെപ്ത് ഡി ഹൈറ്റ് ഡി ഡെപ്ത് ആഴം? അപ്പോ ഇത് ആറാണ്. ഇതെന്നുള്ളത് ഇവിടം വരെ ആർ മൈനസ് ഡി. ആർ മൈനസ് ഡി. എന്താ ക്വസ്റ്റ്യൻ? ഡി ഡെപ്ത് ആഴം ഉള്ള ജിയുടെ വാല്യൂ. അത് എഴുതാനുള്ള ഫോർമുല എങ്ങനെ കിട്ടണം നോക്കാം. ജി ഇസ് ഈക്വൽ ടു നമ്മൾ എന്ത് എഴുതിയ? ജി എം ബൈ ആർ സ്ക്വയർ. ജി ബൈ ആർ സ്ക്വയർ ഇൻറ്റു മാസ് എന്നുള്ളത് വോളിയം, എർത്തിന്റെ ഷേപ്പ് നമ്മൾ സ്ഫിയർ ആയിട്ട് എടുക്കുന്ന ആർ ക്യൂബ് ഇൻറ്റു റോ, മീൻസ് വോളിയം ഇൻറ്റു ഡെൻസിറ്റി. അപ്പോ ഇവിടെ ഒരു ആർ ക്യൂബ് ഉണ്ട്, ഇവിടെ ഒരു ആർ സ്ക്വയർ ഉണ്ട്. ഇവിടെ ഒരു തെറ്റായുള്ള നിഗമനം നമ്മൾ എടുക്കുന്നുണ്ട്. എർത്തിന്റെ ഡെൻസിറ്റി എല്ലായിടത്തും യൂണിഫോം ആണ് എന്നൊരു തെറ്റായുള്ള നിഗമനത്തിലൂടെയാണ് നമ്മൾ ഡെറിവേഷൻ നടത്താൻ പോണത്. അപ്പോ ഇവിടെയുള്ള ജിയുടെ വാല്യൂ ആണ് 4/3 ജി പൈ ആർ റോ. മറ്റേ ഡെപ്ത് ആണെങ്കിലോ ഡെപ്തിന്റെ റേഡിയസ് എത്ര? ആർ മൈനസ് ഡി അല്ലേ. 4/3 ജി പൈ ആർ മൈനസ് ഡി ഇൻറ്റു 4. ഇതൊന്ന് ഡിവൈഡ് ചെയ്യുക. ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുക. ഇക്വേഷൻ നമ്പർ 2 2 divided by 1 d by d is equal to r minus d by r. d is equal to 1 minus d by r, means r by r 1 d by r into d.
ഇതും ഇതിനു മുമ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഡെറിവേഷൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതൊന്നും നിങ്ങൾ മനസ്സിലാക്കി പോകാനായിട്ട് ശ്രദ്ധിക്കുക. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഗ്രാവിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നമ്മൾ ഇത് കൃത്യമായിട്ടൊക്കെ എഴുതിയിട്ടിട്ടുണ്ട്. പ്രാക്ടീസ് ചെയ്യേണ്ടത് നിങ്ങൾ തന്നെയാണ്. അപ്പൊ നല്ലോണം ഒന്ന് എഴുതി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഗ്രാവിറ്റേഷൻ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. ഇനി മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആദ്യം സോളിഡ് എന്ന് നോക്കാം. സോളിഡിന്റെ അവിടെ എന്തൊക്കെയാണെന്ന് നോക്കാം. അവിടെ വരുന്ന രണ്ട് കാര്യങ്ങളൊന്നും പഠിക്കണം നിങ്ങളൊന്ന്. സ്ട്രെസ് ഈസ് ഈക്വൽ ടു എന്താണ്? ഫോഴ്സ് പെർ റീസ്റ്റോറിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ആണ്. ഇങ്ങനെ എഴുതിയാലും മതി. ഫോഴ്സ് പെർ ഏരിയ എന്ന് എഴുതിയാൽ മതി. ഓക്കെ. സ്ട്രെയിൻ change in dimension divided by original dimension. ഈ സ്ട്രെയിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന് യൂണിറ്റും ഇല്ല, ഡയമെൻഷനും ഇല്ല. ഇപ്പൊ ആംഗിൾ ചോദിക്കാം. ആംഗിളിന്റെ പ്രത്യേകത എന്താ? ആംഗിളിന് യൂണിറ്റ് ഉണ്ട്, പക്ഷെ ഡയമെൻഷൻ ഇല്ല. അപ്പോ നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നെയിം ദ ക്വാണ്ടിറ്റി വിച്ച് ഹാസ് യൂണിറ്റ് ബട്ട് നോ ഡയമെൻഷൻ. അപ്പൊ ആംഗിൾ എഴുതാം. ഇനി യൂണിറ്റും ഇല്ല ഡയമെൻഷനും ഇല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ട്രെയിൻ എഴുതാം, റിലേറ്റീവ് ഡെൻസിറ്റി എഴുതാം, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എഴുതാം. ക്ലിയറായല്ലോ? ഇപ്പൊ സ്ട്രെസ്സിന്റെ യൂണിറ്റും പ്രഷറിന്റെ യൂണിറ്റും ഒന്ന് തന്നെയാണ്. മോഡുലസ് ഇലാസ്റ്റിസിറ്റിയുടെ യൂണിറ്റും ഒന്ന് തന്നെയാണ്. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്, അല്ലെങ്കിൽ പാസ്കൽ എന്ന് പറയും. പാസ്കൽ. ഇതിന് യൂണിറ്റും ഇല്ല, ഡയമെൻഷനും ഇല്ല. ക്ലിയർ ആയല്ലോ? ഇപ്പൊ മൂന്ന് ടൈപ്പ് സ്ട്രെസ്. ലീനിയർ സ്ട്രെസ് ഉണ്ട്, ബൾക്ക് സ്ട്രെസ് ഉണ്ട്, ടാൻജൻഷ്യൽ സ്ട്രെസ് ഉണ്ട്. മൂന്ന് ടൈപ്പ് സ്ട്രെയിൻ. ലീനിയർ സ്ട്രെയിൻ ഉണ്ട്, ഷിയർ സ്ട്രെയിൻ ഉണ്ട്, അതുപോലെ തന്നെ ബൾക്ക് വോളിയം സ്ട്രെയിൻ ഉണ്ട്. അത് കൃത്യമായിട്ടൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡയഗ്രാം അത് ഉറപ്പായിട്ടും വരും. അതൊന്ന് മാർക്ക് ചെയ്യാനായിട്ടൊന്ന് പഠിച്ചേക്കുക. ഇവിടെ സ്ട്രെയിൻ എടുക്കുക, ഇവിടെ സ്ട്രെസ്. ഇത് നല്ലോണം വരച്ച് പഠിക്കണം. ഇത്രയും സ്ട്രെയിനായിട്ട് കാണിക്കുക. വളഞ്ഞ് ഇങ്ങനെ കാണിച്ച് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കാണിച്ചു. ഓക്കെ. ഈ സ്ട്രെയിൻ ലൈനിന്റെ എൻഡിലുള്ള പോയിന്റ് എ എന്ന് കൊടുത്തേക്കുക. ബി, ഇത് സി, ഡി, ഇ, ഈ സി എന്ന് ഇങ്ങോട്ടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തേക്കുക. ഇത് ഓ, ഇത് ഓ ഡാഷ്. ഇത്രയും കാര്യങ്ങൾ വരച്ചു വെക്കാനായിട്ട് നിങ്ങൾക്ക് പ്രയാസമൊന്നും ഉണ്ടാകത്തില്ല. ഇതിന്റെ പേര് പ്രൊപ്പോർഷണൽ ലിമിറ്റ് എന്നാണ്. ഇവിടം വരെ സ്ട്രെയിൻ ലൈൻ ആയിരിക്കും. സ്ട്രെസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആണ്. ആ ലോയിനെയാണ് നമ്മൾ ഹൂക്സ് ലോ എന്ന് പറയുന്നത്. ഹൂക്സ് ലോ. അപ്പൊ അവിടെ ഒരു ടേം കൂടെ ഉണ്ട്, ലിമിറ്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ലിമിറ്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി മീൻസ് അതുവരെ, ആ ഒരു പോയിന്റ് വരെ വസ്തു ഇലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ ഹൂക്സ് ലോ ഒബേ ചെയ്യുന്നു. ഹൂക്സ് ലോ ഒബേ ചെയ്യുന്ന ആ പോയിന്റാണ് ലിമിറ്റ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്നത്. ആ ലിമിറ്റാണ് ഇത് കാണിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടുന്ന് നമ്മൾ വിട്ടാലും വസ്തു പഴയ രൂപത്തിലോട്ട് തിരിച്ചു വരും. അപ്പൊ ഈ പോയിന്റ് വരെ നമ്മൾ എന്ത് കാണിക്കുന്നുണ്ട്? ഇലാസ്റ്റിക് ലിമിറ്റ് കാണിക്കുന്നുണ്ട്. മീൻസ് ഇത് പ്രൊപ്പോർഷണൽ ലിമിറ്റ്, ഇത് ഇലാസ്റ്റിക് ലിമിറ്റ്. ഈ പോയിന്റ് എന്ന് പറയുന്നത് വസ്തു തിരിച്ചു വരുന്നില്ല, ഈൽഡ് പോയിന്റ് എന്ന് പറയും. വിട്ടുകൊടുത്തു, പോയി, വീണ്ടും പോയി. ഇതിനെ പ്ലാസ്റ്റിക് റീജിയൻ എന്ന് വിളിക്കാം. ഇത് പെർമനന്റ് സെറ്റ് എന്നാണ്. മീൻസ് വസ്തുവിന് മാറ്റം ഉണ്ടായി, പഴയ രൂപത്തിലോട്ട് തിരിച്ചു വന്നില്ല. അതായത് ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെട്ടു പോയി. ഇതിന് അൾട്ടിമേറ്റ് സ്ട്രെസ് എന്ന് പറയാം. അതൊരു കുഴപ്പമൊന്നുമില്ല. ഇവിടെ ആകുമ്പോൾ ഫ്രാക്ചർ പോയിന്റ്, വസ്തു പൊട്ടിപ്പോയി. അപ്പൊ അത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് വരച്ച് പഠിക്കണം. സ്ട്രെസ് ആണ് ഇവിടെ എടുക്കുന്നത്, ഇവിടെ സ്ട്രെയിൻ.
ഹോഗ്സ് ലോ മനസ്സിലാക്കുക. ഇപ്പൊ ബി എന്നാണ് ഇലാസ്റ്റിക് ലിമിറ്റ് ആണ്, പക്ഷെ പ്രൊപ്പോർഷണാലിറ്റി കാണിക്കുന്നില്ല. മീൻസ് സ്ട്രെസ് വളഞ്ഞു പോയില്ലേ, വളഞ്ഞു പോകുമ്പോ പിന്നെ അവിടെ പ്രൊപ്പോർഷണാലിറ്റി ഇല്ല. പക്ഷെ ആ പോയിന്റ് വരെ എന്ത് കാണിക്കുന്നുണ്ട്? ഇലാസ്റ്റിസിറ്റി കാണിക്കുന്നുണ്ട്. അപ്പൊ അതൊന്ന് നല്ലോണം ഒന്ന് വരച്ച് പഠിച്ച് പോയേക്കാം. ഇനി വലിച്ച് നീട്ടി ഇവിടെ വെച്ച് പൊട്ടിപ്പോയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന ഒരു ബ്രിട്ടിൽ എന്നാണ്. ബ്രിട്ടിൽ ഇരുമ്പിനെ തിരിച്ചിരിക്കുന്നതാണ്. ഇവിടെ വന്ന് ഒരുപാട് നീണ്ടു നിന്നിട്ട് പോയി, അതിനെ നമ്മള് പിന്നെ ഡക്റ്റൈൽ എന്ന് പറയും. കോപ്പർ ഒക്കെ ഡക്റ്റൈലാണ്, വലിച്ചു നീട്ടി. കോപ്പർ, അലൂമിനിയം ഒക്കെ ഡക്റ്റൈലാണ്. ഇനി അടിച്ചു പരത്തി തിൻ ഷീറ്റാക്കി മാറ്റുന്നതിനെയാണ് നമ്മൾ മാലിയബിൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിലേക്ക് വരുന്നത്. ബ്രിട്ടില് ക്ലിയർ ആവുന്നുണ്ടല്ലോ. പിന്നെ ഒരു കാര്യം കൂടെ എൻ്റെ അകത്ത് ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്, ഇലാസ്റ്റോമർ. ഇലാസ്റ്റോമർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരാൻ പാടില്ലെന്നില്ല. ഇപ്പൊ റബ്ബറിന് നമ്മൾ വലിച്ചു നീട്ടിക്കഴിഞ്ഞാലേ റബ്ബർ ഇങ്ങനെ പോയിട്ട് പഴയ രൂപത്തിലോട്ട് തിരിച്ചു വരും. മീൻസ് എന്ത് കാണിക്കുന്നുണ്ട്? ഇലാസ്റ്റിസിറ്റി കാണിക്കുന്നുണ്ട്. പക്ഷെ ഏത് ലോ ഒബേ ചെയ്യുന്നില്ല? ഹോഗ്സ് ലോ ഒബേ ചെയ്യുന്നില്ല. അപ്പൊ ഹോഗ്സ് ലോ ഒബേ ചെയ്യാതെ വസ്തു പഴയ രൂപത്തിലോട്ട് തിരിച്ചു വരികയാണെങ്കിൽ അങ്ങനെയുള്ള വസ്തുക്കളെ വിളിക്കുന്നവര് ഇലാസ്റ്റോമേഴ്സ് എന്നാണ്. ഇലാസ്റ്റോമർ. ഇപ്പൊ റബ്ബർ, നമ്മളെ ഹാർട്ടിന്റെ വാൽവ്, അയോർട്ട, അതൊക്കെ ഇതിൻ്റെ അത് വരുന്നതാണ്. ഇനി ഏരിയ എന്ത് വരുന്നു? ഈ ഏരിയ ഹീറ്റ് ഡിപ്പോസിഷൻ ആയിരുന്നു. ഇപ്പൊ രണ്ട് ടയർ തന്നിരിക്കുകയാണ്. ഒരു ടയറിന്റെ ഗ്രാഫാണ് ഇത് കാണിച്ചിരിക്കുന്നത്, രണ്ടാമത്തെ ടയറിന്റെ ഗ്രാഫാണ് ഈ ചെറുത് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ഏത് ടയറാണ് റബ്ബർ ടയർ ഉണ്ടാക്കാനായിട്ട്, ഏത് റബ്ബറാണ് നമ്മൾ എന്താണ് ടയർ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്? വാഹനത്തിന്റെ ടയർ ഉണ്ടാക്കാനായിട്ട്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, നിങ്ങൾ ചിലപ്പോൾ ഇതുവരെ ശ്രദ്ധിക്കാത്ത കാര്യമായിരിക്കാം. വണ്ടി ഇറങ്ങി നിങ്ങൾ വീട്ടിലോട്ട് നടക്കുന്നതല്ലാതെ നിങ്ങളെ ടയറിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഹീറ്റ് ഫീൽ ചെയ്യും. നല്ലോണം ടയർ ഹീറ്റ് ആയിരിക്കും. ഇപ്പൊ ഗട്ടറിലൊക്കെ വീഴുമ്പോൾ ടയർ നല്ലോണം ഹീറ്റഡ് ആവും. അപ്പൊ അങ്ങനെയുള്ള ടയർ വെച്ചിട്ട്, അങ്ങനെയുള്ള റബ്ബർ വെച്ചിട്ട് നമ്മൾ ടയർ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് ആയുസ് കുറവായിരിക്കും. അപ്പോ ബി ഏരിയ കുറവുള്ള റബ്ബറാണ് ടയർ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ഏത് റബ്ബറാണ് ജനറേറ്ററിന്റെ ഫ്ലോറിൽ ഇടുന്നത്? ജനറേറ്റർ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് സൈലന്റ് ജനറേറ്റർ കണ്ട് വൈബ്രേഷൻ പിടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന വലിയ ജനറേറ്ററിന്റെ അടിയിൽ റബ്ബർ ഷീറ്റ് ഉണ്ടാവും. അപ്പൊ ആ ഷീറ്റ് ഗണത്തിൽ വരുന്നതായിരിക്കും. അവിടെ ഹീറ്റ് അബ്സോർവ് ചെയ്യണം. അപ്പൊ ഏത് റബ്ബറാണ് ജനറേറ്ററിന്റെ ഫ്ലോറിൽ ഉപയോഗിക്കുന്നത്? അത് എ ആയിരിക്കും. ഏത് റബ്ബറാണ് വീൽ ഉണ്ടാക്കാനായിട്ട്, പിന്നെ ടയർ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്? അത് ബി ആയിരിക്കും. അപ്പൊ അത്രയും ക്ലിയർ ആയല്ലോ. പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ് നമ്മൾ ഡിസ്കഷൻ നടത്തി കഴിഞ്ഞു. ഇനി ഫ്ലൂയിഡ്. അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലോയാണ് പാസ്കൽസ് ലോ. അത് നിങ്ങൾ എഴുതി പഠിക്കണം. ഒരു 3 പ്രാവശ്യമെങ്കിലും എഴുതി പഠിക്കണം. ഇത് എന്തായാലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പാസ്കൽസ് ലോ. Pressure exerted at one point of an incompressible fluid is equally transmitted to another point. അപ്പൊ അത് നമ്മളൊന്ന് എഴുതി പഠിക്കുക. അതിന്റെ ഇത് നിങ്ങൾ വരച്ച് പഠിക്കണം. ഇതെന്തായാലും ചോദിക്കും. ഹൈഡ്രോളിക് ലിഫ്റ്റ്. ഇവിടെ ഒരു ചെറിയൊരു മാസാണ്, അല്ലെങ്കിൽ ചെറിയൊരു ഫോഴ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത്. എഫ്, ചെറിയ ഫോഴ്സ്. ഇതൊരു ഫ്ലൂയിഡ് ആണ്. ഇത് മറ്റൊരു പിസ്റ്റൺ ആണ്. ഇവിടെയാണ് കാറ് ഉയർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. കാറിന്റെ മാസ് ക്യാപിറ്റൽ എം ആണ്. ഇവിടെ വരുന്ന ഫോഴ്സ് ആണ് എഫ്. ഇവിടെ കൊടുക്കുന്ന ഫോഴ്സ് എഫ്, സ്മോൾ എഫ് ആണ്. ഇവിടുത്തെ
ഏരിയ A1 എന്ന് കൊടുക്കുക, ഇവിടുത്തെ ഏരിയ A2 എന്ന് കൊടുക്കുക. ഇത്രയും വരച്ചു വെക്കാനായിട്ട് നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാകത്തില്ല എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ കൂടുതൽ സെന്റൻസ് ഒന്നും എഴുതണ്ട. ഇവിടെ പ്രഷർ തന്നെ എനിക്ക് ഇവിടുത്തെ പ്രഷർ. ഇവിടുത്തെ പ്രഷർ മീൻസ് എന്താ? F/A1 ആണ്. ഈക്വൽ ടു വാട്ട്? F/A2. F is equal to A2/A1 into F. ഇതിന്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് ചെയ്യുന്ന എഴുതാം? ഇതിന്റെ സ്ഥാനത്ത് സ്മോൾ ലെറ്റർ എന്ത് ചെയ്യുന്ന എഴുതാം? ഇത് തമ്മിൽ ക്യാൻസൽ ആയി പോയി. അപ്പൊ M is equal to what? A2/A1 into M. ഇത്രയും ക്ലിയർ ആയല്ലോ. നമുക്ക് ഈസി ആയിട്ട് എഴുതി പോവാം. ഈ ഡയഗ്രാം ഒന്ന് നല്ലോണം വരച്ചു പഠിക്കണം. ഇപ്പൊ പാസ്കൽസ് ലോ എന്താണെന്ന് നിങ്ങൾ എഴുതി പഠിക്കണം. ഒരു 3 പ്രാവശ്യമൊക്കെ എഴുതി പഠിക്കുക. Pressure etc. at one point of an incompressible fluid is equally transmitted to another points. അതൊന്ന് നമ്മൾ പഠിക്കുക. പിന്നെ ഹൈഡ്രോളിക് ലിഫ്റ്റ്, ആ ഡയഗ്രാം വരച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ബുക്കിലുണ്ട്, അത് നിങ്ങൾ പഠിക്കുക. പിന്നെ അടുത്തത് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളത് 4 പ്രാവശ്യമെങ്കിലും എഴുതി പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. അത് ഉറപ്പായിട്ടും ചോദിക്കും. ശ്രദ്ധിക്കുക. Bernoulli's principle. For total energy of an incompressible fluid in streamline flow, remain constant. ഈ സെന്റൻസ് എഴുതി വെക്കാനായിട്ട് പ്രയാസമില്ല, കാരണം വളരെ സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസ് അല്ലേ. ടോട്ടൽ എനർജി ഓഫ് ആൻ ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ്. എല്ലാ ലിക്വിഡും എന്താണ്? കംപ്രസിബിളാ. പക്ഷെ നമ്മൾ എന്താ പറയുന്നത്? ഇൻകംപ്രസിബിൾ. ഇപ്പൊ ഐഡിയൽ സ്റ്റേറ്റ്മെന്റ് ആണ്. Streamline flow means regular flow of liquid ആണ്. Remain constant. അത് എഴുതേണ്ടത് ഇത്രയേ ഉള്ളൂ. പ്രഷർ എനർജിയുടെ സിമ്പിള് P. പ്രഷർ എനർജി പെർ യൂണിറ്റ് വോളിയം ആണിത്. പ്ലസ് ഹാഫ് കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം ആണ് ρV സ്ക്വയർ പ്ലസ് ρGH is equal to a constant. എഴുതി വെക്കാം. ക്ലിയർ ആയല്ലോ? ഇപ്പോ സെന്റൻസ് ഇതിന് 1 മാർക്കായിരിക്കും വരുന്നത്. അടുത്ത ഡെറിവേഷന് 4 മാർക്കായിരിക്കും. ഇപ്പൊ പ്രൂഫ് എങ്ങനെയെന്ന് നോക്കാം. നിങ്ങൾ ഇപ്പൊ തന്നെ ഒന്ന് എഴുതി പഠിക്കുക കേട്ടോ. ഞാനൊന്ന് വരച്ചു പോകുന്നതനുസരിച്ച് വരച്ചു വെക്കുക. ഇവിടെ ഒരു ഏരിയ കൂടുതലുള്ള മൗത്ത് കാണിക്കുക. ഇവിടെ ചെറിയ ഏരിയ കുറഞ്ഞ് ഇങ്ങനെ വരച്ചു വെക്കാനായിട്ട് നിങ്ങൾക്ക് പ്രയാസമില്ല. ഇവിടെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ കാണിക്കുക. ഇപ്പൊ തന്നെ വരക്കട്ടെ, എന്റെ ഒപ്പം തന്നെ വരച്ചു പോയേക്കാം. ഇവിടുന്ന് H1 എന്ന് പറഞ്ഞ ഹൈറ്റ് കാണിക്കുക. ഇവിടുന്ന് H2 എന്ന് പറഞ്ഞ ഹൈറ്റ് കാണിക്കുക. അകത്തേക്കുള്ള വെലോസിറ്റി V1 എന്ന് കാണിക്കാം. പുറത്തേക്കുള്ള വെലോസിറ്റി V2. ഇവിടെയുള്ള പ്രഷർ P2 എന്ന് കാണിക്കുക. ഇവിടെയുള്ള പ്രഷർ P1 എന്ന് കാണിക്കുക. ഇത് A, ഇത് B. ഇത്രയും കാര്യങ്ങള് ഒന്ന് ഇതുണ്ടോ? ഇത് കാണിക്കാൻ വളരെ പ്രയാസമുണ്ടോ? ഇത്രയും കാര്യങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് ലിക്വിഡാണ് കാണിക്കാനായിട്ട് ഇങ്ങനെ ഡോക്ടറായിട്ട് കാണിച്ചേക്കാം. അത്രേ ഉള്ളൂ. ഇനി എന്താ എഴുതണം നോക്കുക. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഇനി വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതുന്നുള്ളൂ. വർക്ക് ഡൺ per unit volume. On the liquid. ശ്രദ്ധിക്കുക. On the liquid. at A. P1. എന്താ? വർക്ക് ഡൺ per unit volume by the liquid at B, P2.
ഇത് രണ്ടും എഴുതി വെക്കണതിന് വളരെ സിമ്പിൾ അല്ലേ? ഇനി അടുത്ത സെന്റൻസ് ശ്രദ്ധിക്കുക. നെറ്റ് വർക്ക് ഡൺ. നെറ്റ് വർക്ക് ഡൺ ഓൺ ദ ലിക്വിഡ്. എന്താ P1 മൈനസ് P. ഇതും മൂന്നാമത്തെ സെന്റൻസ് അല്ലേ? ഒന്നാമത്തെ സെന്റൻസ് ആയി, രണ്ടാമത്തെ സെന്റൻസ് ആയി, മൂന്നാമത്തെ സെന്റൻസ് ആയി. ഇങ്ങനെ ഇവിടുന്ന് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഇവിടുന്ന് വെള്ളം മുകളിൽ എത്തുന്നത് അല്ലെ? അപ്പൊ അടുത്ത സെന്റൻസ് എന്താ? ദിസ് വർക്ക് ഡൺ appears as gain in kinetic energy and gain in potential. എന്താ ഇപ്പൊ എത്രാമത്തെ? 1, 2, 3, നാലാമത്തെ സെന്റൻസ്. ഇനി അഞ്ചാമത്തെ സെന്റൻസ് ശ്രദ്ധിക്കുക. P1 minus P2 is equal to half rho. Gain in kinetic energy means V2 square minus V1 square plus rho G H2 minus H1. ഇനി എന്താ ചെയ്യേണ്ട? ഈ 1 എഴുതിയിരിക്കുന്ന ടേം എല്ലാം കൂടെ ഒരു സൈഡിൽ എഴുതാം. അപ്പൊ P1 plus half rho V2 V1 square. ഈ മൈനസ് അല്ലേ? ഇപ്പൊ വരുമ്പോ പ്ലസ് ആയി. പ്ലസ് rho G H1 equal to ഇത് മൈനസ് അല്ലേ? ഇപ്പൊ വരുമ്പോ P2 പ്ലസ് half rho V2 square പ്ലസ് rho G H2. ഇത്ര എഴുതി കഴിഞ്ഞാൽ 4 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ നമ്മൾ ബെർണോളിയസ് പ്രിൻസിപ്പിൾ കംപ്ലീറ്റ് ആക്കി. അപ്പൊ അത് നിങ്ങൾ നല്ലോണം ഒന്ന് എഴുതി പഠിക്കണം. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നല്ലോണം ഒന്ന് എഴുതി പഠിച്ചു പോവുക. ഇതിനകത്ത് വേറെ ഭയപ്പെടേണ്ട ഒരു കാര്യമില്ല. സിമ്പിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഞാൻ. എത്ര സ്റ്റേറ്റ്മെന്റ്? 1, 2, 3, 4, 5, 6 ലൈൻ കൊണ്ട് 4 മാർക്കിന്റെ ആൻസർ ആയി. പക്ഷെ ഏതെങ്കിലും ഒരു ടേം നിങ്ങൾ തെറ്റിച്ച് കഴിഞ്ഞാൽ മാർക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകും. അപ്പൊ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നല്ലോണം ശ്രദ്ധിച്ച് തന്നെ പോയേക്കാം. ഇത്രയും ക്ലിയർ ആയല്ലോ? ഇനി അവിടെ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ആണ് അടുത്തത്. ഇമ്പോർട്ടന്റ് പോയിന്റ്സ് മാത്രമേ ഞാൻ പറയുന്നുള്ളേ. തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിനകത്ത് തെർമൽ എക്സ്പാൻഷൻ ആദ്യം നിങ്ങൾ കൊടുത്തിരിക്കുന്ന തെർമൽ എക്സ്പാൻഷൻ ആണ്. ലീനിയർ എക്സ്പാൻഷന്റെ അകത്ത് ലീനിയർ എക്സ്പാൻസിവിറ്റി കോഎഫിഷ്യന്റ് ആൽഫ. ഇതിന്റെ ഡയമെൻഷൻ ഇതിനു മുമ്പ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ എഴുതുന്ന കാര്യത്തിൽ എഴുതും T-1 ആണ്. ഇനി സൂപ്പർഫിഷ്യൽ അല്ലെങ്കിൽ ഏരിയ എക്സ്പാൻസിവിറ്റി കോഎഫിഷ്യന്റ് തീറ്റ, വോളിയം എക്സ്പാൻസിവിറ്റി കോഎഫിഷ്യന്റ് ഗാമ. ഇപ്പൊ 3 എണ്ണം ഉണ്ട്. ലീനിയർ എക്സ്പാൻഷൻ ഉണ്ട്, സൂപ്പർഫിഷ്യൽ അല്ലെങ്കിൽ ഏരിയൽ എക്സ്പാൻഷൻ, ഇത് വോളിയം എക്സ്പാൻഷൻ. തമ്മിലുള്ള റിലേഷൻ ചോദിക്കും. ആൽഫ ഇസ് ഈക്വൽ ടു ബീറ്റ ബൈ 2 ഇസ് ഈക്വൽ ടു ഗാമ ബൈ 3. ഇതാണ് ആദ്യത്തെ കേസിൽ വരുന്നത്. അത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻസിവിറ്റി, കോഎഫിഷ്യന്റ് ഓഫ് സൂപ്പർഫിഷ്യൽ എക്സ്പാൻസിവിറ്റി, ഇത് കോഎഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻസിവിറ്റി. അത് ക്ലിയർ ആയല്ലോ? ഇനി അവിടെ ഒരു അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ. അത് വെള്ളത്തെ നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, വെള്ളത്തിന്റെ 0 ഡിഗ്രിയുള്ള വെള്ളത്തെ ചൂടാക്കി കഴിഞ്ഞാൽ ആദ്യം വോളിയം കുറഞ്ഞ് മിനിമം ആയിട്ട് പിന്നെ കുടിക്കും. ഈ ടെമ്പറേച്ചർ മെഷർ ചെയ്തപ്പോൾ 4 ഡിഗ്രി സെൽഷ്യസ് ആണ് കണ്ടു. ഇപ്പൊ മറ്റു വസ്തുക്കളാണെങ്കിൽ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ വോളിയം കൂടിക്കൊണ്ടാണ് ഇരിക്കുന്നത്.
പക്ഷെ വെള്ളത്തിന്റെ മാത്രം പ്രത്യേകത, വെള്ളത്തിന്റെ ഡെൻസിറ്റി ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് കൂടി 4 ഡിഗ്രി സെൽഷ്യസിൽ മാക്സിമം ആയി പിന്നെ കുറഞ്ഞു. ഇതുകൊണ്ടാണ് അന്റാർട്ടിക്കയിലും ആർട്ടിക് സ്ഥലത്തൊക്കെ ജീവജാലങ്ങൾ വെള്ളത്തിനടിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. പുറമേ മാത്രമേ ഐസ് ആയിരിക്കത്തുള്ളൂ, താഴെ വെള്ളം തന്നെ ആയിരിക്കും. അതിന്റെ ടെമ്പറേച്ചർ 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പൊ അത് നമ്മൾ പഠിച്ചു. ക്ലിയർ ആയല്ലോ? ഇനി ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്, അത് നിങ്ങൾ ക്ലാസ് ടേബിളിലുണ്ട്. തെർമൽ പ്രോപ്പർട്ടീസിന്റെ അവിടെ നിങ്ങൾ നോക്കിയാൽ മതി, ഹീറ്റിന്റെ അവിടെ നോക്കിയാൽ മതി. എല്ലാ ഇമ്പോർട്ടന്റ് ഡെഫിനിഷൻസ്, സ്പെസിഫിക് ഹീറ്റ്, കപ്പാസിറ്റി, ഇന്നലെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞാണ്. ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞ പോർഷൻ എടുക്കുക. ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ്. പേജ് നമ്പർ 49-ലാണ് കിടക്കുന്നത്. അവിടെ ഹീറ്റ് യൂണിറ്റ്സ് ആൻഡ് ഡെഫിനിഷന്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ സ്പെസിഫിക് ലേറ്റന്റ് ഹീറ്റ് അതിന്റെ വാല്യൂസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ നല്ലോണം ഒന്ന് വായിച്ച് മനസ്സിലാക്കി പോകണം. ഓക്കെ, അപ്പൊ അവിടെ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ട് ബാക്കി ഇത് എന്തായാലും ഇപ്പൊ ഇത് ഈ യൂണിറ്റ് കൊണ്ട് തീരത്തില്ല. ബാക്കി കംപ്ലീറ്റ് നമുക്ക് വൈകിട്ടോടുകൂടി തീർക്കാം. ഇന്ന് വൈകിട്ടോടെ ക്ലാസ് വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഗൂഗിൾ മീറ്റ് ആയിരിക്കും വൈകിട്ട് വെക്കാൻ പോകുന്നത്, ടീച്ച്മെന്റ് ആയിരിക്കത്തില്ല. നേരത്തെ തന്നെ കയറാനായിട്ട് നിങ്ങളെല്ലാവരും കൂടെ ശ്രദ്ധിച്ച് കയറാനായിട്ട് ശ്രമിക്കുക. വേറെ ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് നല്ലോണം പഠിച്ച് നല്ലോണം എഴുതി പഠിക്കുക. അതിനകത്ത് വേറെ കാര്യമൊന്നും ഇല്ല. ഓക്കെ, താങ്ക് യു.